ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ വിവേകാണെങ്കിലോ ചന്ദ്രദാസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെയാണ് ചന്ദ്രദാസിൻ്റെ ഒരു ഡീറ്റെയിൽസ് വിവേകിന് കിട്ടുന്നതും ആ സമയത്ത് തന്നെ പേര് മനസ്സിലാവുന്നുണ്ട്. ഇതാണ് ചന്ദ്രദാസ്. അപ്പോൾ ആ രാജ്കുമാർ അതർവേൾഡ് ഇയാളല്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ ധനപാലിനോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു കേട്ടോ. വർഷയും അയാളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വർഷമോൾക്ക് അയാൾ ഒരു അച്ഛനെ പോലെ എന്തൊരു സ്നേഹമാണ്, അവർ വളരെ അടുത്തൊരു സുഹൃത്തു കൂടിയാണെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ വീണ്ടും വിവേക് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ വർഷയെ ഒന്ന് മുതലാക്കാനായിട്ട് തന്നെയാണ് ചന്ദ്രദാസ് അവിടെ നിൽക്കുന്നത്. പുറത്ത് വേദനയാണെന്നൊക്കെ ചൂടുവെള്ളം പിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വർഷ അത് സഹിക്കാൻ വയ്യാതെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ വർഷയാണോ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ വർഷ നല്ലൊരു പണി ചന്ദ്രദാസിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചൂടുവെള്ളം എടുത്ത് തന്നെ മേത്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ വേദനിച്ച് ഓടി രക്ഷപ്പെടുന്നുണ്ട്. ആ സമയത്ത് അവിടേക്ക് വിവേക് വരുന്നുണ്ട് കേട്ടോ. വിവേകിനെ കാണുന്നില്ല. പക്ഷെ വർഷ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ രണ്ടായനച്ഛൻ നാരായണി ചേച്ചിയെ കൊല്ലുന്നതിന് മുന്നേ തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നുള്ളത്. വിവേകിനും കാര്യങ്ങൾ മനസ്സിലായി, ഇയാൾ ഇവളെ ചതിക്കാൻ വേണ്ടി വന്നതാണെന്നുള്ളത്. ഇത് കേൾക്കുന്ന വർഷ, അതായത് വിവേക് വരുന്നത് കാണുന്ന വർഷ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി വിവേകും വർഷയും കൂടിയായിരിക്കും ഇയാളെ പുറത്താക്കുക. പിന്നെയാണെങ്കിലോ വർഷ ചെന്നിട്ട് ശാർമിളയോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അമ്മ അവിടെ വന്നിട്ടുള്ളത് എൻ്റെ ശത്രുവാണ്, ഇയാൾ എന്തിനാ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലാനിങ് ഒന്നും നടക്കില്ല. എനിക്ക് അയാൾ പറഞ്ഞത് കേൾക്കാതിരിക്കാനും പറ്റുന്നില്ല. എൻ്റെ അമ്മയുടെ സ്ഥാനത്തുള്ള ഒരു ചേച്ചിയെ അയാൾ പിടിച്ചു വെച്ചിരിക്കുക, എൻ്റെ രണ്ടാനച്ഛനും കൂടിയിട്ട്. അല്ലാതെ ഒരു രക്ഷയില്ല. അപ്പോൾ ഷാർമിളയാണെങ്കിൽ വിവേക് എല്ലാം അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. വിവേക് ഏകദേശം അറിഞ്ഞ മട്ടിലാണ് അയാൾ നിന്നെ സഹായിക്കും മോളെ എന്ന രീതിയിലേക്ക് ഷാർമിള എന്തായാലും വർഷ ഉപദേശിച്ച് കൊടുക്കുന്നുണ്ട്. വർഷയാണെങ്കിലോ കീരിയും പാമ്പും കണ്ട പോലെയാണ് ഇപ്പോഴും വിവേകിനുള്ളത്. പക്ഷേ തെറ്റിദ്ധാരണകൾ മാറിയിട്ട് വിവേകിൻ്റെ അടുത്തേക്ക് തന്നെ വർഷ ചെല്ലുമെന്ന് സംശയമൊന്നുമില്ല കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ. ഇതിന് നല്ലൊരു എപ്പിസോഡായിട്ട് നാളെ കാണാം കേട്ടോ.